എപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ഇന്നലെ ചേട്ടനൊരു ചെക്ക് ക്യാഷ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ക്യാഷ് ചെയ്തു തരട്ടെ? ഇപ്പൊ തന്നെ വേണമെന്നില്ല. മധുവിന്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നാ മതി. വരട്ടെ? താങ്ക് യു. ഓക്കെ. ഒരു ഉപകാരം ചെയ്യണം. എന്താ? എനിക്ക് കുറച്ച് പാല് വേണം. എന്റെ പാല് പൂച്ച കുടിച്ചു പോയി. കള്ളപ്പൂച്ച. പാല് കട്ടുകുടിക്കല അതിന്റെ തൊഴില്. ഒരു ദിവസം ഞാൻ അതിനെ കൊന്ന് കറി വെക്കും. ബ്ലഡി റാസ്കൽ. അയ്യോ വേണ്ട. ഇത്രയൊക്കെ വൈരാഗ്യം ഒരു പൂച്ചയുടെ നേരെ കാണിക്കുന്നത് ശരിയല്ല. പാലല്ലേ വേണ്ടത്? ഇരിക്കൂ, ഞാൻ കൊണ്ടുവരാം. അന്നാണോ ഈ സംഭവം നടന്നത്? അല്ല, പിന്നെ മറ്റൊരു ദിവസം. ഈ ക്യാമറയ്ക്ക് ഒന്നാം തരം റിസൾട്ടാ. തിരക്കില്ല മാഡം, പതുക്കെ മതി. നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം കിടപ്പുണ്ട്. വെൽ ഡൺ മിസ്റ്റർ മധു. എന്റെ നിർദ്ദേശങ്ങൾ നീ അപ്പാടെ നടപ്പിലാക്കി. മാഡത്തിന് മനസ്സിലായില്ലേ? പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞിട്ടാണ് മധു ഇവിടെ വന്നത്, നിന്നെ സ്നേഹിച്ചത്, നിന്റെ മനോഹരമായ ഈ ശരീരം അവോളം ആസ്വദിച്ചത്. നിങ്ങൾക്കില്ലാത്തത് മധുവിനെ കൊണ്ട് എനിക്ക് തരികയായിരുന്നു അല്ലേ? ഏയ്, അങ്ങനെ നിനക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ തന്നതല്ല. ഒരു തെളിവിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തെന്ന് മാത്രം. പരപുരുഷനുമായി ബന്ധം പുലർത്തിയ ഭാര്യയിൽ നിന്നുള്ള മോചനം ഏത് കോടതിയും എളുപ്പത്തിൽ അംഗീകരിച്ചു തരും. സ്ത്രീധനം വാങ്ങിയ കാര്യം പറയുമ്പോ നിനക്ക് 4 നാക്കായിരുന്നല്ലോ. എടി, സ്ത്രീധനത്തിന് വേണ്ടി തന്നെയാ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. നിന്നെ മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ പല കല്യാണങ്ങളും കഴിച്ചിട്ടുണ്ട്. സ്ത്രീധനവും വാങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ എളുപ്പത്തിൽ ഒഴിവാക്കി. നീ ഒരു സ്പെഷ്യൽ ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കുന്ന കാര്യം കുറച്ചൊന്ന് നീണ്ടു എന്ന് മാത്രം. ഓ, ഭർത്താവിനെ വഞ്ചിക്കുന്ന നീ പതിവ്രതയല്ലേ? സീതയുടെയും സാവിത്രിയുടെയും വർഗത്തിൽപ്പെട്ടവൾ. പെണ്ണെന്ന വർഗത്തിനെ ഒറ്റ കാര്യത്തിനേക്കുള്ളൂ, കാര്യസാധ്യത്തിന്. നിങ്ങളുടെ അമ്മയും അത്തരക്കാരിയായിരിക്കും. എടിയടി, നാടകത്തിലെ പോലെ ഡയലോഗ് ആച്ചാതെ നമുക്ക് വേഗം കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ? എന്താ നോക്കുന്നത്? ഇത് വിവാഹമോചന ഉടമ്പടിയാണ്. എന്റെ പൊന്നു മോള്, ഇതിലൊന്നും ഒപ്പിട്. നീ അവനെ നോക്കണ്ട. നിന്നെ 2-3 പ്രാവശ്യം ആസ്വദിച്ചെന്ന് കരുതി അവൻ നിന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഇവൻ ഡ്രഗ് അഡിക്റ്റാ, മനസ്സിലായില്ലേ? മയക്കുമരുന്നിന്റെ അടിമ. ഇവൻ എപ്പോഴും ബ്രൗൺ ഷുഗർ വേണം. അത് ഞാൻ കൊടുത്താലേ ഇവന് കിട്ടൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന എന്തും ഇവൻ അനുസരിക്കും. വലിയ വീട്ടിൽ ചെറുക്കനാ. പറഞ്ഞിട്ടെന്താ? ബ്രൗൺ ഷുഗർ കിട്ടിയില്ലെങ്കിൽ ഇവൻ ഭ്രാന്തനാ. എന്താ മാഡം, ഇത് ഒപ്പിടുന്നു?
ഒപ്പിടാൻ സമ്മതമില്ലെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ആ, ഇത് പോയ്സൺ. ഇത് കത്തി. നല്ല മൂർച്ചയുണ്ട് കേട്ടോ. ഇതിന്റെ പറയാത്തിന് അറിയാമല്ലോ. നിനക്ക് നിന്റെ കുടുംബമാനം രക്ഷിക്കാനുള്ള എളുപ്പ വഴികളാണിതെല്ലാം. ഒന്നുകിൽ വിവാഹമോചന കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ നിന്റെ അഭിമാനം രക്ഷിക്കാൻ ഇതിലേതെങ്കിലും മാർഗം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുക. ഗുഡ്. നീ ബുദ്ധിയുള്ള പെണ്ണാണ്. നിങ്ങളെപ്പോലുള്ള മാന്യന്മാർ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഞാൻ ജീവിക്കാൻ അർഹയല്ല. നീ ഒരു യഥാർത്ഥ ഭാരത സ്ത്രീയാവും. ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങളെപ്പോലുള്ളവർ ജീവിക്കാൻ അർഹരല്ല. ഇതാണ് ഭാരത സ്ത്രീ.